മനുഷ്യന്മാരോടുള്ള തെറ്റ് നമ്മളെ ജീവിതത്തിൽ വന്നു പോയാല് പിന്നെ 26 അവന് തൗബ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ അയാൾ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചേ. ഒരാളെ അള്ളാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അള്ളാഹു അയാളെ ശത്രുക്കൾക്ക് അയാളെ വിട്ടുകൊടുക്കും. പിന്നെ അയാളെ കുറിച്ച് ഫുള്ള് ഗീബത്തായിരിക്കും. മഹല്ല് ഗ്രൂപ്പില് ചർച്ച ഉണ്ടാവും. ഉസ്താദ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി അല്ലേ? പോയതല്ല, ഒഴിവാക്കിയതാണ്. ഭയങ്കര ചർച്ച. 7:15 മുതൽ ചർച്ച തുടങ്ങി. നമ്മളെ റമദാൻ കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നരകമോചനവും പള്ളിയിൽ നിന്ന് മോചനവും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. എന്നാണ് നമ്മുടെ ഉമ്മത്തിന് ഇതൊക്കെ ബോധം വരിക? എനിക്ക് തോന്നുന്നു തുടങ്ങി ചർച്ച എന്ന് പറഞ്ഞ 7:15 രാത്രി ചർച്ച തുടങ്ങിയിട്ട് 10:15 വരെ ചർച്ച അവസ്ഥാനെ കുറിച്ച്. ഞാൻ അന്നേ പറഞ്ഞത്, ഞമ്മ പിന്നെ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ കൂട്ടാക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവാൻ പറ്റൂല എന്നുണ്ട്. ഭയങ്കര സംഭവം. നോക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം. 3 മണിക്കൂർ ആ വ്യക്തിനെ കുറിച്ച് ചർച്ച. ആ ചർച്ചയിൽ 18 ഹാജിക്കന്മാര് പങ്കെടുത്തു. അപ്പൊ എന്തായാലും 18 ഹജ്ജ് മൂപ്പർക്ക് കിട്ടും. 800 ഉംറ ചെയ്തവരും പങ്കെടുത്തിട്ടുണ്ട്. ഒരാൾ തന്നെ 8, 9, 10, 15 ഒക്കെ ഉംറ ചെയ്തിട്ടുണ്ടാവും. 800 ഉംറയും കിട്ടി. സക്കറിയ അൻസാരി തങ്ങൾ പറയുന്നത് ഫീ ലൈലത്തിൻ വാഹിദ, ഒറ്റ രാത്രി കൊണ്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫി ആയിട്ട് അയാൾ മാറിയിട്ടുണ്ടാവും. 10 ആവുമ്പോ ലാസ്റ്റ് ഒരാൾ പറഞ്ഞ്, വെറുതെ നല്ല മാസക്കാലായിട്ട് ഫിത്തിനും ഫസാദും മറ്റു സമയം കളയണ്ടല്ല, 3 മണിക്കൂർ കഴിഞ്ഞിട്ട്. ആ വാക്ക് നമ്മളെപ്പോ ശ്രദ്ധിക്കണം. ഒരാളെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാല് അയാളെ ശത്രുക്കളുടെ ഇടയിൽ അയാൾ ചർച്ച ചെയ്യപ്പെടും. ചിലപ്പോൾ മീറ്റിങ്ങിലായിരിക്കും, ചിലപ്പോൾ ഗ്രൂപ്പിലായിരിക്കും. അതുകൊണ്ട് വ്യക്തികളെ തൊടാൻ നമ്മൾ പോയേ ചെയ്യരുത്. ഒരു വിധത്തിലുള്ള തെറ്റൊക്കെ അള്ള പുറത്തു തരും. പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ടാല് അള്ള വിടൂല. അടിമകളെ തൊട്ട വിടുന്ന പരിപാടിയില്ല. അയാൾ വലിയ തെറ്റ് ചെയ്തു പോയി, പുറത്തു തരും. അള്ളാഹു തൗബ ചെയ്താ പുറത്തു തരും. പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ട അല്ല വിടൂല. ആ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. ഭയങ്കര കടുപ്പാണത്. ഒരു സിന, ഒരു ഷുർബുൽ ഖമർ, കള്ളുകൂടി പൊരുത്തപ്പെടിക്കുന്നതിനേക്കാൾ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് തൗബ കിട്ടുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് വേറൊരാളെ കുറ്റം പറയുന്നത്. എന്തൊരു കഷ്ടമാണത്. ഇപ്പൊ അതന്നല്ലേ ജീവിതം. ഒരു 2 ആഴ്ചയായിട്ട് ആരെ കുറിച്ചും പറയാത്ത ആൾ എത്ര ആളുണ്ട് നമ്മൾ ചോദിച്ചു നോക്കിയേ. ആരാ ഉണ്ടാവുക? നമുക്ക് എല്ലാരെ കുറിച്ച് അഭിപ്രായം പറയണം. അയാൾ ശരിയില്ല, ഇയാൾ ശരിയില്ല, അയാൾ ഫോട്ടോന്റെ ആളാണ്, ഇയാള് ഉസ്താദ്മാരുടെ മുമ്പിൽ വലിയ ആളാകുന്ന ആളാണ്, ഇയാൾ മറ്റേന്റെ ആളാണ്, ഇയാൾ സ്റ്റേജിന്റെ ആളാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് മൂപ്പരെ കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും സ്വന്തത്തിനെ കുറിച്ച്. അതെന്താന്നറിയാ? എനിക്ക് പിന്നെ ഉസ്താദ് ഒരാളെ കണ്ട ഒറ്റയടിക്കുന്ന ഏകദേശം തിരിയും. മോനെ ദ്വാരപ്പിക്കണം മൂപ്പരെ കൊണ്ട്. ഇതൊരു കഥ പറയണ്ട. അള്ളാന്റെ അടിമകളെ തൊട്ട വിടൂല. സിദ്ദീഖുല്ലാന്ന് പറഞ്ഞില്ലേ, ലൗ റഅയ്തു സാനിയൻ, ഒരാണും പെണ്ണും കൂടി വ്യഭിചരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടുപോയാൽ ഞാൻ ഉടനെ എന്താ ചെയ്യുന്നതാ? സതർതുഹു ബിസൗബിൻ, ഒരു വസ്ത്രം എടുത്തിട്ട് അവിടെ മറച്ചു വെച്ചിട്ട് ഞാൻ പോകും. ഞാൻ നോക്കൂല, ഞാൻ കണ്ടത് ആരോടും പറയൂല, ഇനി ആരും കാണും വേണ്ട. നമുക്കാണെങ്കിലോ അർണിന എന്ന് പറയുന്നത് ആ മറ്റേ കിക്കർ ചവിട്ടുന്നതാണ് സ്റ്റാർട്ടാക്കുന്ന ഗീബത്തിന്റെ. അർണിന വേണ്ട, പോലത്തെ കുറെ ഗീബത്തിൽ മറ്റെന്താ വേണ്ടെന്നിട്ട് മൂപ്പരെന്നെ ഒരു സൂഫിസം ചമയും ചെയ്യും. പോയി പോലും അല്ലേ മൂപ്പര്? പോയതല്ല, തുടങ്ങും. പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയൂ, ഇതൊന്നും നീ ആരോട് പറഞ്ഞേക്കല്ലേ. എന്റെ അർത്ഥം തന്നെ ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞോളാം. അങ്ങനെ അതിന്റെ അർത്ഥം. ഈ വൃത്തികേടിന് നിൽക്കരുത്. ഭയങ്കര തെറ്റാ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ.